അവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരി. ഹായ്, എന്താണ് ഈ സാൽവേജ് തെറാപ്പി, എന്താണ് ഈ സഡൻ സെൻസ് ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പെട്ടെന്ന് ഉണ്ടാകുന്ന ഞരമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന കേൾവിക്കുറവ്, അത് 3 ദിവസത്തിനുള്ളിൽ 30 ഡെസിബലിൽ കൂടുതൽ 3 ഫ്രീക്വൻസിയിൽ കാണുമ്പോൾ പറയുന്ന പേരാണ് സഡൻ സെൻസ് ന്യൂറൽ ഹിയറിംഗ് ലോസ്. അങ്ങനെ സഡൻ സെൻസർ ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് എപ്പോഴും ആദ്യം സ്റ്റിറോയിഡ് സിസ്റ്റമിക് ആയിട്ട് കൊടുക്കും, അതായത് വായിലൂടെയോ ഇഞ്ചക്ഷനായിട്ടോ കൊടുക്കുന്ന രീതിയാണ് അവലംബിക്കാറുള്ളത്. ഇനി അങ്ങനെ കൊടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ കേൾവി മെച്ചപ്പെടുന്നില്ല എങ്കിൽ ഡയറക്റ്റായിട്ട് മധ്യകർണം അഥവാ മിഡിൽ ഇയറിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയും ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ഒ പിയിലോട്ടോ തിയേറ്ററിലോട്ടോ വിളിപ്പിച്ച് ഡയറക്റ്റ് മധ്യകർണം എൻഡോസ്കോപ്പോ മൈക്രോസ്കോപ്പോ വെച്ച് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രീതി നമുക്കിപ്പോൾ വായിലൂടെ ഇഞ്ചക്ഷനായോ സ്റ്റിറോയിഡ് കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പോഴും അത് ചെയ്യാറുണ്ട്. അതായത് അൺകൺട്രോൾ ഷുഗർ, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ. അതും കൂടാതെ പലപ്പോഴും പേഷ്യൻസ് ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ് കാര്യമായിട്ട് എടുക്കാതെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാണ് പേഷ്യൻ്റ് ഒ പിയിലോട്ട് എങ്കിലും ഇഞ്ചക്ഷനായിട്ട് ഇതുപോലെ ഡയറക്റ്റ് മധ്യകർണത്തിലേക്ക് കൊടുക്കുന്ന ഇൻട്രാടിംപാനിക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ തെറാപ്പിയാണ് നൽകാറുള്ളത്.